നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കോട്ടയത്തെ ഇരട്ട കൊലപാതകം. മോഷണക്കേസിൽ ജയിലിലായതോടെ കാമുകി ഉപേക്ഷിച്ചു പോയതിൻ്റെ പകയാണ് ഇരട്ട കൊലപാതകത്തിന് കാരണമെന്ന പ്രതി അസം സ്വദേശി അമിത് ഉറാങ് പോലീസിന് മൊഴി നൽകി. കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്ന് പോലീസ്. മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്ന് ആര് പറഞ്ഞുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. VD സതീശൻ വീട്ടിൽ പോയി കഞ്ഞിവെച്ച് കുടിച്ചാൽ മതിയെന്നും രാജീവ് ചന്ദ്രശേഖർ. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് പാസി എന്നിവർ ഉൾപ്പെടെ 5 പേരെ ചോദ്യം ചെയ്യും. ഏപ്രിൽ 28 ഹാജരാകാനാണ് എക്സൈസിന്റെ നോട്ടീസ്. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ കർഷകരുടെ വേറിട്ട സമരമുറ. നെൽ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നെല്ല് പുഴുങ്ങിക്കൊണ്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. പൊന്തുവള്ളങ്ങൾ നിരോധിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. മാരാരുകുളം തീരത്ത് പൊന്തുവള്ളങ്ങൾ നിരത്തി പ്രതിരോധ സമരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കോട്ടയത്തെ ഇരട്ട കൊലപാതകം. മോഷണക്കേസിൽ ജയിലിലായതോടെ കാമുകി ഉപേക്ഷിച്ചു പോയതിൻ്റെ പകവീട്ടിലാണ് ഇരട്ട കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി അസം സ്വദേശി അമിത് പോലീസിന് മൊഴി നൽകി. സംഭവത്തിന് പിന്നിൽ മറ്റാരുമില്ലെന്നും പോലീസിൻ്റെ കണ്ടെത്തൽ. മോഷണക്കേസിൽ ജയിലിലായതോടെ കാമുകി ഉപേക്ഷിച്ചു പോയതിന്റെ പകയാണ് തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിന് കാരണമെന്ന പ്രതി അസം സ്വദേശി അമിത് ഉറാങ്ങിന്റെ മൊഴി. കോടതി അമിത്തിനെ റിമാൻഡ് ചെയ്തതോടെ ഗർഭിണിയായിരുന്ന യുവതി പിണങ്ങി സ്വന്തം നാട്ടിലേക്ക് പോയി. അവിടെ പ്രസവം നടന്നെങ്കിലും ജനിച്ചുടൻ കുഞ്ഞ് മരിച്ചു. ജയിലിൽ കിടന്നതിനാൽ തനിക്ക് പിറന്ന കുഞ്ഞിനെ കാണാൻ അമിതിന്റെ നാട്ടിലേക്ക് പോകാൻ സാധിച്ചില്ല. ഇതും പക വളർത്തിയെന്നാണ് മൊഴിയിൽ വ്യക്തമാകുന്നത്. കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ TK വിജയകുമാർ, ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരെയാണ് അമിത് കൊലപ്പെടുത്തിയത്. അമിതിന്റെ സഹോദരനോ സുഹൃത്തുക്കൾക്കോ കൊലപാതകം സംബന്ധിച്ച് അറിവില്ലായിരുന്നെന്ന് പോലീസ് സൂചിപ്പിച്ചു. തൃശൂരിലെ കോഴി ഫാമിലെത്തിയ അമിത് ഉറാങ് ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രമാണ് സഹോദരനോട് പറഞ്ഞത്. 3 മാസം മുൻപാണ് കോഴി ഫാമിലെ ജോലിക്കായി ഗുണ്ടുറാങ് തൃശൂരെത്തിയത്. കൊല്ലപ്പെട്ട മീരയുടെ ഐഫോൺ പ്രതിക്ക് ഓഫാക്കാനായില്ല. സ്വന്തം ഫോൺ ഓഫാക്കി രക്ഷപ്പെട്ട പ്രതി പെരുമ്പാവൂരെത്തി സഹോദരനെ വിളിക്കാൻ അത് ഓണാക്കിയത് പ്രതിയുടെ നീക്കങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പോലീസിന് സഹായകമായി. ഇത് പിന്തുടർന്നാണ് പോലീസ് മാളയിലെ സഹോദരന്റെ കോഴി ഫാമിലെത്തുന്നത്. കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ സ്ഥാപനത്തിൽ പ്രതിയും വീട്ടിൽ പെൺസുഹൃത്തും മാസങ്ങളോളം ജോലി ചെയ്തു. ഇരുവരും വിജയകുമാറിന്റെ വീടിന്റെ ഔട്ട് ഹൗസിൽ ഒന്നിച്ച് താമസിച്ചിട്ടുമുണ്ട്. ആ സമയങ്ങളിൽ ഇരുവരും വഴക്കിടുകയും താൻ ഭാര്യയല്ലെന്നും തനിക്കുള്ള ശമ്പളം വേറെ നൽകണമെന്നും യുവതി വിജയകുമാറിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ പ്രതി അമിത് വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് ഓൺലൈനായി 2.25 ലക്ഷം രൂപ തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. ഫോൺ മോഷണം പോയെന്നറിഞ്ഞ വിജയകുമാറിന്റെ പരാതിയിലാണ് ജോലിക്കാരനായ അമിത് പോലീസിന്റെ പിടിയിലാകുന്നത്. മോഷണ കേസിൽ ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി നാട്ടിലേക്ക് പോയെങ്കിലും വിജയകുമാറിനെ കൊലപ്പെടുത്തണമെന്ന ഉറച്ച തീരുമാനത്തോടെ വീണ്ടും കോട്ടയത്തെത്തുകയായിരുന്നു. പ്രതിയുമായി തിരുവാതുക്കലിലെ വീടിന് സമീപം പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ നിർണായക തെളിവായ DVR കണ്ടെത്തി. CCTV ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കാണ് വീടിന് സമീപത്തെ തോട്ടിൽ നിന്നും കണ്ടെത്തിയത്. പ്രതി അമിത് ഉറാങ് കൊലപാതകം നടത്തിയ ശേഷം CCTV ഹാർഡ് ഡിസ്ക് ഉപേക്ഷിക്കാൻ പോകുന്ന CCTV ദൃശ്യങ്ങളാണ് ഇതിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. പ്രതി കൊലപാതകം ചെയ്ത ശേഷം വീട്ടിൽ നിന്നിറങ്ങിയത് 3:30 ശേഷമാണ്. കൊലപാതകം നടത്താൻ പ്രതി അമിത് വീട്ടിലേക്ക് പോകുന്നതും തിരിച്ചു പോയതും ഒരേ വഴിയിൽ തന്നെയാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. 12:30 ശേഷമാണ് പ്രതി കൊലപാതകം നടത്താൻ വീട്ടിലേക്ക് കയറിയതെന്നും CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പ്രതി ഉപേക്ഷിച്ച 2 മൊബൈൽ ഫോണുകൾ CMS കോളേജിന് സമീപത്തെ തോട്ടിൽ നിന്ന് കണ്ടെടുത്തു. കൊല്ലപ്പെട്ട വിജയകുമാറും മീരയും ഉപയോഗിച്ചിരുന്ന ഫോണുകളാണ് ഇത്. ജോലി ചെയ്തപ്പോൾ മാന്യമായ ശമ്പളം നൽകാതിരുന്നതിനാലാണ് ഫോൺ മോഷ്ടിച്ച് പണം ട്രാൻസ്ഫർ ചെയ്തെടുത്തതെന്നാണ് പോലീസിനോട് പ്രതി പറഞ്ഞിട്ടുള്ളത്. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്ന് ആര് പറഞ്ഞുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രതിപക്ഷ നേതാവ് BD സതീശൻ വീട്ടിൽ പോയി കഞ്ഞിവെച്ച് കുടിച്ചാൽ മതിയെന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. ആരാജി പറയുന്നത് മുസ്ലിങ്ങൾ ഭീകരവാദികളെന്നാണ് ആര് പറഞ്ഞു? അല്ല ഞങ്ങൾ പറഞ്ഞതല്ലോ. അത് VD സതീശൻ എന്തെല്ലാം വിചാരിക്കുമ്പോ ചിന്തിക്കുന്ന ആളാണ്. ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ഇന്റലക്ച്വൽ ആണ്. അദ്ദേഹം പറയുന്നു. ഞങ്ങൾ പറയുന്നത് എന്താ, ഇത് പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ് ആണ്. അതിന് മറുപടി നമ്മൾ ഇന്ത്യ കൊടുക്കും. പാകിസ്ഥാൻ അത് ഇന്നലെ പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും പറഞ്ഞല്ലേ, ഇതൊരു ടെററിസ്റ്റ് ആക്ഷൻ ആണ്. ടെററിസ്റ്റ് വന്നു, ഒരു സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന ജനങ്ങളും കുടുംബങ്ങളെയും അവര് കൊന്നു വിട്ടു. അതിൽ VD സതീശൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യ അതിന് റെസ്പോൺസ് കൊടുക്കണം. അത് റെസ്പോണ്ട് കൊടുക്കുന്നത് ആർക്കാ? പാകിസ്ഥാന്. ഇതന്നെ VD സതീശൻ ഇത്ര ഒരു വേദന.
എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? പാകിസ്ഥാനെ ഒന്നും ചെയ്യേണ്ടതെന്നാണ്, അതാണ് വി ഡി സതീശൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ പറയുന്നത് ഇതൊരു ടെററിസ്റ്റ് ആക്ട് ആണ്, ഇതൊരു ക്രോസ് ബോർഡർ ഒരു അറ്റാക്ക് ഓൺ ഇന്ത്യയാണ്. അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ BJPയും പിന്നെ ഇന്ത്യ മൊത്തം ആ ഇന്ത്യൻസ് കാണുന്നത് അങ്ങനെ ഒരു അറ്റാക്ക് ഓൺ അവർ സോവറിനിറ്റി. നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുമ്പോൾ 26 പേരിൽ ജനങ്ങളെ മതം ഏതാണെന്ന് ചോദിച്ച് കൊല്ലുമ്പോൾ അതൊരു പാകിസ്ഥാൻ സ്പോൺസർഡ് ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ്. അതിന് വി ഡി സതീശൻ ജി അങ്ങനെ വലിയൊരു സ്ട്രെസ്സിലാവേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ ആർമിയും എയർഫോഴ്സും നമ്മൾ പ്രധാനമന്ത്രിയും HMഉം ചെയ്തോളും. അവർ ചെയ്യാനുള്ളത് പണി അവർ ചെയ്തോളും. വി ഡി സതീശൻ വീട്ടിൽ ഒരു കഞ്ഞിയോ എന്തെങ്കിലും കുടിച്ചോട്ടെ. മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്ന് ആര് പറഞ്ഞുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വി ഡി സതീശൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇക്കാര്യത്തിൽ വി ഡി സതീശന് എന്താണ് ഇത്ര വേദന? പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരാക്രമണം എന്നാണ് പറഞ്ഞത്. വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും സൈന്യവുമുണ്ട്. വി ഡി സതീശൻ ഇക്കാര്യത്തിൽ ഒന്നും പറയണ്ട, വീട്ടിൽ പോയി കഞ്ഞി വെച്ച് കുടിച്ചിരുന്നാൽ മതിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഫാസി എന്നിവരുൾപ്പെടെ 5 പേർക്ക് ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകി. ഈ മാസം 28-ന് ഹാജരാകാനാണ് എക്സൈസ് നോട്ടീസ് നൽകിയത്. 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഫാസി എന്നിവർ ഉൾപ്പെടെ 5 പേർക്ക് എക്സൈസ് നോട്ടീസ് നൽകി. ഈ മാസം 28-ന് രാവിലെ ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഓഫീസിൽ ഹാജരാകാനുള്ള നോട്ടീസ് ഉദ്യോഗസ്ഥർ താരങ്ങൾക്ക് കൈമാറി. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കഞ്ചാവ് കടത്തിനെക്കുറിച്ചും നടന്മാരുമായുള്ള ബന്ധത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതോടെയാണ് നടപടി. ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഫാസിയുമായി ബന്ധമുണ്ടെന്നും ഒരുമിച്ചിരുന്ന ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലാകുമ്പോൾ മുഖ്യപ്രതി തസ്ലീമ സുൽത്താന എക്സൈസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ പ്രതികളുടെ ഫോണുകൾ വിശദമായി പരിശോധിച്ച ശേഷം തീരുമാനിക്കാമെന്ന നിലപാടിലായിരുന്നു അന്വേഷണ സംഘം. ഫോണിലൂടെ ബന്ധപ്പെടുകയും സാമ്പത്തിക ഇടപാട് നടത്തുകയും ചെയ്ത മറ്റ് 3 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരും സിനിമാ മേഖലയിൽ നിന്നുള്ളവരാണെന്ന് സൂചന. പ്രതികളുമായി ബുധനാഴ്ച 4 തെളിവെടുപ്പ് നടത്തി. കഞ്ചാവ് പിടികൂടിയ ഓമനപ്പുഴയിലെ റിസോർട്ടിലും തുടർന്ന് എറണാകുളത്തെ ഹോട്ടലുകളിലും ഫ്ളാറ്റിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇവിടെ നിന്ന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് 1 മാസത്തോളം ഫ്ളാറ്റിൽ സൂക്ഷിച്ചിരുന്നു. 2ാം പ്രതി ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് ഇടപാടുകാരെത്തുന്നതുവരെ ഇത് സൂക്ഷിക്കാമെന്ന് ഏറ്റപ്പോഴാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാണ് വിവരം. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ കർഷകരുടെ വേറിട്ട സമരം. നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നെല്ല് പുഴുങ്ങിക്കൊണ്ടായിരുന്നു വേറിട്ട സമരം സംഘടിപ്പിച്ചത്. ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ച കർഷകർക്ക് സമ്പൂർണ്ണ നഷ്ടപരിഹാരം നൽകി നെല്ല് സംഭരിക്കുക, ഓരുവെള്ളം ശാസ്ത്രീയമായി തടയാൻ ഭാവിയിൽ നടപടി സ്വീകരിക്കുക, സംഭരിച്ച നെല്ലുവില ഉടൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാടശേഖര സംയുക്ത സമിതിയുടെയും നെൽകർഷക സംരക്ഷണ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നെല്ല് പുഴുങ്ങി സമരം നടത്തി. കർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് റെജീന അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. അത് നിയമപരമാക്കുവാനുള്ള ശ്രമമാണ് ബഹുമാന്യരായ നമ്മളുടെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അടുക്കൽ നിന്നുണ്ടാവുന്നത്. അതിന്റെ ഒന്നാന്തരം ഉദാഹരണമാണ് ആദ്യമായി കിഴിവുമായി പ്രശ്നമുണ്ടായ ഞങ്ങളുടെ പാടശേഖരമായ ബ്ലോക്ക് 9000 പാടശേഖരത്തിൽ സംഭവിച്ചത്. അന്ന് ഇന്ന് വരെ എന്ന് വെച്ചാൽ 2021 വെള്ളം കയറിയപ്പോൾ മാത്രമാണ് ഞങ്ങൾ കിഴിവ് കൊടുത്തത്. അതിനുശേഷം കിഴിവ് കൊടുക്കാത്ത ഞങ്ങളുടെ പാടശേഖരത്ത് കിഴിവ് ആവശ്യപ്പെട്ട് വന്നപ്പോൾ കൊടുക്കില്ല എന്ന് പാടശേഖര സമിതി തീരുമാനമെടുക്കുകയുണ്ടായി. ഉറപ്പായിട്ടും എനിക്ക് പറയുവാൻ സാധിക്കും, പാടി ഓഫീസർ തന്നെ പറയുന്നുണ്ട്, കോട്ടയം ജില്ലയിലെ ഏറ്റവും ബെറ്റർ നെല്ലാണ് എന്ന്. അതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. മില്ലുടമകൾ രഹസ്യമായി ചെയ്തിരുന്ന നെല്ലിൻ്റെ കിഴിവ് എന്നത് നിയമപരമാക്കുവാൻ സർക്കാർ ഇപ്പോൾ ശ്രമിക്കുകയാണെന്ന് അവർ പറഞ്ഞു. സംയുക്ത പാടശേഖര സമിതി സെക്രട്ടറി R. അനിൽ അധ്യക്ഷത വഹിച്ചു. നെൽകർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി BJ ലാലി, ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന്, വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ, കോർഡിനേറ്റർ ജോസ് കാവനാട്, നേതാക്കളായ വേലായുധൻ നായർ, ലാലിച്ചൻ പള്ളിവാതുക്കൽ, മാത്യു തോമസ് കന്നിട്ടക്കായൽ, പാടശേഖര സമിതി സെക്രട്ടറി MV കൃഷ്ണമൂർത്തി എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. അമച്വർ നാടകത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ പ്രശസ്ത നാടക കലാകാരൻ KB അജയകുമാറിനെ ആദരിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആദരിക്കൽ ചടങ്ങ് ഒരുക്കിയത്.
ആലപ്പുഴ മരുതം തിയേറ്റർ ഗ്രൂപ്പിൻ്റെ മാടൻ മോക്ഷം നാടകത്തിൻ്റെ മുഖ്യ സംഘാടകനും അഭിനേതാവുമാണ് KB അജയകുമാർ. മികച്ച നാടകം, മികച്ച സംവിധായകൻ, മികച്ച നടൻ എന്നീ 3 അവാർഡുകളും മാടൻ മോക്ഷം എന്ന നാടകത്തിന് ലഭിച്ചിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, ബ്ലോക്ക് ജോയിൻറ്റ് BDO KB അജയകുമാർ എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി. വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജയശ്രീ വേണുഗോപാൽ, ഷീല സജീവ്, ഭരണസമിതി അംഗങ്ങളായ അജിത് പിഷാരത്ത്, S ശ്രീജിത്ത്, ഗോകുൽ ഷാജി, ശ്രീദേവി രാജേന്ദ്രൻ, ജോയിന്റ് BDO കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച നാടകത്തിനുള്ള അവാർഡ് മാടൻ മോക്ഷം എന്ന നാടകത്തിന് അവാർഡ് ലഭിച്ചു. അത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജോയിന്റ് BDO ആയ അജയൻ സാറ് അതിന്റെ അഭിനേതാവും മുഖ്യ സംഘാടകനും കൂടിയാണ്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഏറെ സ്നേഹത്തോടെ സാറിനെ അഭിനന്ദിക്കുകയാണ്. നാടകം കേരളത്തിലെ 67 സ്ക്രിപ്റ്റുകൾ ലഭിച്ചതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 18 നാടകങ്ങൾക്ക് സംഗീത അക്കാദമി മത്സരത്തിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ 3 റീജിയനുകളിലായി കേരളത്തിൽ 18 നാടകങ്ങൾ മത്സരത്തിൽ നിന്നും സംസ്ഥാനത്തെ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഈ മാടൻ മോക്ഷം. മികച്ച സംവിധായകൻ, മികച്ച നാടകം, മികച്ച നടൻ 3 അവാർഡുകളും നമ്മുടെ നാടകത്തിനായിരുന്നു. 1987 ശേഷം ആലപ്പുഴ ജില്ലയിൽ ആദ്യമായാണ് സംസ്ഥാന അവാർഡ് അമച്ചർ നാടകത്തിന് ലഭിക്കുന്നത്. അങ്ങനെയല്ല, ആലപ്പുഴ ജില്ലയിൽ നിന്നും മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുന്നതും ഇത്രയും കാലങ്ങളിൽ ആദ്യമായിട്ടാണ്. ടൈം ന്യൂസ് ആലപ്പുഴ. അക്കാദമി ഓഫ് ഫാമിലി ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യ ആലപ്പുഴ ഘടകത്തിൻ്റെ 2025-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രവർത്തനോദ്ഘാടനവും ഏപ്രിൽ 25-ന് നടക്കും. ആലപ്പുഴ ജനറൽ ആശുപത്രി കോൺഫറൻസ് ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അക്കാദമി ഓഫ് ഫാമിലി ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ലെവലിലുള്ള അക്കാദമി ഓഫ് ഫാമിലി ഫിസിഷ്യൻസ് ഇന്ത്യയുടെ കേരള ചാപ്റ്റർ ഘടകമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു നാഷണൽ ലെവൽ ഒരു ബോഡിയാണ്. അതിൻ്റെ കേരള ചാപ്റ്ററാണ് നമ്മളുടെ ഘടകം. കേരള ചാപ്റ്ററിൻ്റെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ ലോഞ്ചാണ് നാളെ നടക്കുന്നത്. അത് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ കോൺഫറൻസ് ഹാളിലാണ് നടക്കുന്നത്. 6 തുടങ്ങി വൈകിട്ട് 6 മണി തുടങ്ങി 8 മണി വരെയാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മളുടെ ആലപ്പുഴ കേരള ഇതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ഡോക്ടർ ജിഷയാണ് നമ്മുടെ ലോഞ്ചിങ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൽ നമ്മുടെ വൈസ് ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ നിവേദിതയും കൂടെ പങ്കെടുക്കുന്നുണ്ട്. അക്കാദമി ഓഫ് ഫാമിലി ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യ ആലപ്പുഴ ഘടകത്തിൻ്റെ 2025-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രവർത്തന ഉദ്ഘാടനവും ജനറൽ ഹോസ്പിറ്റൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. 25-ന് അസോസിയേഷൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജിഷ വി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. രോഗപ്രതിരോധം, സമ്പൂർണ്ണ പരിചരണം, ലഹരി നിർമ്മാർജ്ജനം, സാന്ത്വന പരിചരണം, ആന്റി മൈക്രോബിയൽ പ്രതിരോധ പരിപാടികൾ എന്നീ മേഖലകളിൽ കുടുംബാരോഗ്യ വിദഗ്ധർ പ്രതിജ്ഞാബദ്ധരാണ്. വൈദ്യശാസ്ത്ര രംഗം ത്വരിതഗതിയിലുള്ള പരിണാമങ്ങൾ നേരിടുമ്പോൾ ഫാമിലി ഫിസിഷ്യന്മാരുടെ പങ്ക് ആരോഗ്യ സംരക്ഷണത്തിൽ നിർണായകമാണ്. AFPI കേരള ട്രഷറർ ഡോക്ടർ ആനന്ദ് PM, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ നിവേദിത G, AFPI കേരള ചാപ്റ്റർ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ നിവേദിത G എന്നിവർ വിഷയാവതരണം നടത്തും. മിഡ്സോൺ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ പ്രീതി PT അധ്യക്ഷത വഹിക്കുമെന്നും AFPI സംസ്ഥാന ട്രഷറർ ഡോക്ടർ ആനന്ദ് PM, മിഡ്സോൺ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ പ്രീതി, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിന്ദുപ്രിയ K, ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജയന്തി എന്നിവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. KSFE സ്റ്റാഫ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 27-ന് ചേർത്തലയിൽ നടക്കും. ചേർത്തല ഭുവനേന്ദ്ര ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവിധ ശാഖകളിൽ നിന്നായി 300ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. KSFE എന്ന കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖല നോൺ ബാങ്കിങ് സ്ഥാപനത്തിൻ്റെ KSFEയിലെ 57 കേരളത്തിലെ 57 ലക്ഷത്തോളം ഇടപാടുകാർ ഉള്ള ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് ടേൺ ഓവറിലേക്ക് കടക്കുന്ന KSFE എന്ന സ്ഥാപനത്തിലെ 85% ജീവനക്കാരെയും 85%-ലധികമാണ് ജീവനക്കാരെയും പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് KSFE സ്റ്റാഫ് അസോസിയേഷൻ. KSFE സ്റ്റാഫ് അസോസിയേഷൻ്റെ 25ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനമാണ് നമ്മൾ ചേർത്തലയിൽ നടക്കുന്നത്. അപ്പോൾ നാളിതുവരെയുള്ള KSFE സ്റ്റാഫ് അസോസിയേഷൻ KSFE രൂപീകരിക്കുന്ന 1969 നവംബർ മാസമാണ്.
KSFE സ്റ്റാഫ് പിന്നെ KSFEയിലെ ജീവനക്കാർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാകുന്നത് പിന്നെ KSFE സ്റ്റാഫ് അസോസിയേഷൻ എന്ന പേരിൽ 1971 1971 KSFE സ്റ്റാഫ് അസോസിയേഷൻ രൂപീകരിച്ചതിന് ശേഷം ആലപ്പുഴ ജില്ലയിൽ നടന്ന നാളിതുവരെയുള്ള സമ്മേളനങ്ങളെല്ലാം ആലപ്പുഴ ടൗണിലാണ് നടന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ആലപ്പുഴ ടൗണിന് പുറത്ത് നമ്മൾ ചേർത്തലയിൽ പിന്നെ KSFEയുടെ ഒരു ജില്ലാ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജില്ലയുടെ തെക്കേ അറ്റം മുതൽ പിന്നെ നമ്മുടെ ചാരുമൂട്, കറ്റാനം, കായംകുളം തുടങ്ങിയിട്ടുള്ള ബ്രാഞ്ചുകളിലെ അടക്കം പിന്നെ അതുപോലെ പിന്നെ മാന്നാർ തുടങ്ങിയിട്ടുള്ള ജില്ലയുടെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ജീവനക്കാർ പിന്നെ ഇവിടെ എത്തിച്ചേരും. KSFE അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം 27 ചേർത്തലയിൽ നടക്കും. ജില്ലയിലെ എല്ലാ KSFE ബ്രാഞ്ചുകളിൽ നിന്നുമായി 300 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. KSFEയുടെ പ്രവർത്തന രീതികൾ വിലയിരുത്തി ദോഷകരമാകുന്ന പൊതുമേഖലാ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ ചർച്ചകൾ ഉപാധികളില്ലാതെ തുടങ്ങുക, നിയമനം കാര്യക്ഷമമാക്കി ഒഴിവുകൾ നികത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. 27/9/30 ചേർത്തല ഭുവനചന്ദ്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് S. കൃഷ്ണൻ അധ്യക്ഷനാവും. CV. സുഗമ്യ രക്തസാക്ഷി പ്രമേയവും ജില്ലാ വൈസ് പ്രസിഡന്റ് CT. രഞ്ജിത്ത് രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിക്കും. 11:30 നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി S. ഉല്ലാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി S. മുരളീകൃഷ്ണപിള്ള സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M. കൃഷ്ണൻ, സെക്രട്ടറി S. ഉല്ലാസ്, വനിതാ സബ് കമ്മിറ്റി ചെയർപേഴ്സൺ CV. സുഗമ്യ, പയസ് ജോസഫ്, TV. അശോകൻ എന്നിവർ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമാകുന്നു. വെള്ളിയാഴ്ച കൊടികയറും. May 2 ആറാട്ട് ഉത്സവം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2025 ഏപ്രിൽ 26 നടക്കുന്ന കാരുണ്യകരവും ആദരസഭയും എന്ന വേദിയിൽ വെച്ചാണ് ഈ സംരംഭം ഒരുക്കപ്പെടുന്നത്. അതിന് ദേവസ്വം അർഹരായ 10 പേരെ അത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്ര ദേവസ്വവും പള്ളിപ്പുറം ഗോപാലൻ നായർ സ്മാരക അധികൃതരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു ആദരസഭയുമുണ്ട്. ഇതിൽ കാരുണ്യകരം സാന്ത്വന പദ്ധതി വിതരണം ചെയ്യുന്നത് ദേവസ്വം മാനേജരാണ് രാഹുൽ അരവിന്ദ്. ആശംസാവചകൾ ശ്രീ DB പണിക്കർ എന്നിവരാണ്. EK രാധാകൃഷ്ണൻ നായർ ബോർഡ് മെമ്പർ, ഹരീഷ് വാണി പള്ളിപ്പുറം 2ാം വാർഡ് മെമ്പർ, ശ്രീമതി രമാ വിശ്വനാഥൻ പള്ളിപ്പുറം 3ാം വാർഡ് മെമ്പർ, ബോർഡ് മെമ്പർ ജഗദീഷ് D. മാതാരത്തിൽ തുടങ്ങിയവരാണ് ഈ സംരംഭത്തിൽ. പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വെള്ളിയാഴ്ച കൊടികയറും. രാവിലെ 10:30 1000 കുടം അഭിഷേകം. വൈകിട്ട് 7:30 തന്ത്രി മുഖ്യൻ കാശാങ്കോട്ട് നാരായണൻ നമ്പൂതിരിയുടെയും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും. 26 വൈകിട്ട് 5 മുതൽ കാരുണ്യകരവും ആദര സഭയും തിരുവിഴ ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 7:30 ഭഗവതിക്ക് പൂമൂടൽ. 27 രാവിലെ 8 പഞ്ചാരിമേളം. രാത്രി 10 വിളക്ക്. 28 രാവിലെ 8 സ്പെഷ്യൽ നാദസ്വരം. തുടർന്ന് തിരുവാതിര. രാത്രി 8:30 നാട്യാഞ്ജലി. 10 വിളക്ക്. 29 വൈകിട്ട് 5 കാഴ്ചശ്രീബലി. രാത്രി 8:30 സ്മൃതിലയം ഗാനസന്ധ്യ. 30 വൈകിട്ട് 5 കാഴ്ചശ്രീബലി. May 1 വലിയ വിളക്ക് ഉത്സവം. രാവിലെ 7:30 ഗജവീരന്മാർക്ക് സ്വീകരണം. തുടർന്ന് ഗജപൂജ, ആനയൂട്ട്. വൈകിട്ട് 5 കാഴ്ചശ്രീബലി. 2 ആറാട്ട് ഉത്സവം. രാവിലെ 8 ആതിര ദർശനം. ഉച്ചയ്ക്ക് 12:30 ആറാട്ട് സദ്യ. വൈകിട്ട് 5 കൊടിയിറക്ക, ആറാട്ട് എഴുന്നള്ളിപ്പ്. 9:30 ആറാട്ട് വിളക്ക് എന്നിവ നടക്കുമെന്ന് ഭാരവാഹികളായ ക്ഷേത്ര മാനേജർ രാഹുൽ അരവിന്ദ്, ബോർഡ് അംഗങ്ങളായ മഹേഷ് പാരേൽ, രാധാകൃഷ്ണൻ നായർ, ജഗദീഷ് D. മാന്താനത്ത് തുടങ്ങിയവർ അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. പൊന്തുവള്ളങ്ങൾ നിരോധിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. മാരാർക്കുളം തീരത്ത് പൊന്തുവള്ളങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് പ്രതിഷേധ സമരം നടത്തി. പൊന്തുവള്ളങ്ങൾ നിരോധിക്കാനുള്ള നീക്കത്തെ തടയാൻ ഫിഷറീസ് വകുപ്പ് തയ്യാറാകണമെന്ന് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. പൊന്തുവള്ളം തീരക്കടലിൽ നിരോധിക്കാനുള്ള കോസ്റ്റ് ഗാർഡിൻ്റെ നിർദ്ദേശത്തിനെതിരെ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ മാരാർക്കുളം മേഖലാ കമ്മിറ്റി 100 കണക്കിന് പൊന്തുവള്ളങ്ങളെ അണിനിരത്തി പ്രതിരോധ സമരം സംഘടിപ്പിച്ചു. കൃപാസനം ഡയറക്ടർ ഫാദർ VP ജോസഫ് വലിയ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. വളരെ നിഷ്കളങ്കമായ തൊഴിൽ, അതേസമയം തന്നെ ഈ തീരത്തിൻ്റെ ഒത്തിരിയേറെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ നിലനിർത്തുന്ന തൊഴിൽ അത് ഭീകരപ്രവർത്തനമാണെന്നും പറഞ്ഞുകൊണ്ട്
അത് നുണപ്രചരണങ്ങൾ നടത്തി, അതായത് കപ്പലുകളിലേക്ക് ബ്രാൻഡ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ, മറ്റ് സ്ഥലങ്ങളിലാണ്, തുറമുഖങ്ങളിൽ. അത് ഈ മത്സ്യത്തൊഴിലാളി സമൂഹം പോലും അല്ല, മത്സ്യത്തൊഴിലാളി സമൂഹമല്ല. അപ്പോൾ അത് മനസ്സിലാക്കാനും അത് അന്വേഷിക്കാനുള്ള കഴിവ് കോസ്റ്റ് ഗാർഡിന്, അതിനുള്ള ബാധ്യത കോസ്റ്റ് ഗാർഡിനുണ്ട്. ഇപ്പോൾ ഇത് അതേസമയം തന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, കേന്ദ്ര നിയമങ്ങൾ കോസ്റ്റ് ഗാർഡൊക്കെ കേന്ദ്ര ഏജൻസി ആകുമ്പോൾ, പക്ഷേ കടൽ ആരുടേതാണ്? തീരക്കടൽ 12 നോട്ടിക്കൽ മൈൽ ആരുടേതാണ്? സംസ്ഥാന സർക്കാരിൻ്റെതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള കടലിലാണ് ഈ കടന്നു കയറ്റം വന്നിരിക്കുന്നത്. അത് അവിടെ അടിസ്ഥാന തൊഴിലാളി വർഗ ഗവൺമെൻറ് ഇതിനെ ഭരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ അടിസ്ഥാന തൊഴിലാളികളെ മുതലാളി സംവിധാനത്തിന് വേണ്ടി ആട്ടി ഓടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് ഈ കള്ളക്കളികളെ മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് ഫെഡറേഷൻ്റെ പേരിൽ തൂണ്ടുവള്ള തൊഴിലാളികളെല്ലാം അഴീക്കൽ മുതൽ അമ്പലപ്പുഴ വരെ സംഘടിച്ചുകൊണ്ടിരിക്കുന്നത്. തൂണ്ടുവള്ള നിരോധനത്തിനെതിരെ ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തകാനരിയിൽ നിന്ന് ആരംഭിച്ച സായാഹ്ന പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമായാണ് മാരാർകുളം തീരത്ത് പൊന്തുവള്ളങ്ങൾ നിരത്തി പ്രതിരോധ സമരം നടത്തിയത്. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ, ജില്ലാ പ്രസിഡന്റ് രാജു ആശ്രയം, ജില്ലാ സെക്രട്ടറി ആന്റണി കുരിശുങ്കൽ, ബിജു തയ്യിൽ, സുഭാഷ് മാരാർകുളം, ബെന്നി തയ്യിൽ, ജിജോ കുരിശുങ്കൽ, ഔസേഫ് പള്ളിക്കത്തയ്യിൽ, ഷാജി പീറ്റർ, സാബു ആറാട്ടുകുളം, ബിജു വാലയിൽ, അലോഷ്യസ് കാക്കരി എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചേർത്തല താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ മെയ് 1 മുതൽ 9 വരെ വിശ്വകർമ്മ സത്രം സംഘടിപ്പിക്കുന്നു. മെയ് 4 വിളംബര ഘോഷയാത്രയും സമ്മേളന ഉദ്ഘാടനവും നടക്കും. മന്ത്രി പി പ്രസാദാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചേർത്തല താലൂക്ക് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ചേർത്തല താലൂക്കിലെ സമാന വിശ്വകർമ്മ സംഘടനകളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് വിശ്വകർമ്മ സത്രം എന്ന പേരിൽ 9 ദിവസത്തെ ബൃഹത്തായ ഒരു മഹാസത്രം നടത്തുവാൻ പോവുകയാണ്. 2025 മെയ് 1 വിഗ്രഹ ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്ന സത്ര പരിപാടി ബഹുമാന്യനായ ചേർത്തല MLAയും കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയുമായ ശ്രീ പി പ്രസാദ് അവർകൾ ഉദ്ഘാടനം ചെയ്തു. ആദരണീയനായ വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി പ്രജ്ഞാനാനന്ദ സരസ്വതി തിരുവടികളാണ് ഈ സത്രത്തിന് ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിക്കുക. എല്ലാ ദിവസവും സംഗീത സദസ്സുകൾ, തിരുവാതിരകളി, പ്രഭാഷണങ്ങൾ, വിശ്വകർമ്മ പുരാണ പാരായണം തുടങ്ങിയ ചടങ്ങുകളോടെ ഈ 9 ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി സത്രം സമാപിക്കും. സമാപന ദിവസമായ മെയ് 9 ചേർത്തലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വിശ്വകർമ്മ ദേവൻ്റെ ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠ കൂടി നടത്തുന്നതാണ്. അന്നേ ദിവസം ക്ഷേത്ര സമർപ്പണം എന്ന ചടങ്ങ് നിർവഹിക്കുന്നത് അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് VN ശശിധരൻ സാർ അവർകളാണ്. ബഹുമാന്യായ പുല്ലയിലില്ലത്ത് PV പ്രഭാകരൻ നമ്പൂതിരിയാണ് ഈ ചടങ്ങുകൾക്കെല്ലാം മുഖ്യ കാർമ്മികത്വം വഹിക്കുക. അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ PP ശ്രീകുമാർ നമ്പൂതിരിയാണ് ഈ സത്രത്തിൻ്റെ ഉപാചാര്യൻ. രാജു നാരായണൻ കീരിക്കാട് അവർകളാണ് ഈ സത്രത്തിൽ പുരാണ പാരായണങ്ങൾ നടത്തുക. മെയ് 1 തണ്ണീർമുക്കം തൂമ്പുങ്കൽ ദേവീക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹ ഘോഷയാത്ര ആരംഭിക്കും. 2 ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന മഹിളാ സംഗമം സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു വിക്രമൻ ഉദ്ഘാടനം ചെയ്യും. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ജയ രാധാകൃഷ്ണൻ അധ്യക്ഷയാകും. നവപുരം ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. 3 ഉച്ചയ്ക്ക് 2 നടക്കുന്ന യുവജന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് IS സുധീഷ് ഉദ്ഘാടനം ചെയ്യും. ഗോകുൽദാസ് അധ്യക്ഷനാകും. 4 രാവിലെ 10 സ്ഥപതി സംഗമം KK ശിവൻ പാമ്പിക്കുട ഉദ്ഘാടനം ചെയ്യും. താലൂക്ക് യൂണിയൻ സെക്രട്ടറി P സുരേഷ് കുമാർ അധ്യക്ഷനാകും. കർമാലയം മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തും. വൈകിട്ട് 4 സത്ര വിളംബര ഘോഷയാത്ര, 5 സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വാഴൂർ തീർത്ഥപദാശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥ ദീപം തെളിക്കും. നവപുരം ശ്രീകുമാർ അധ്യക്ഷനാകും. ചെയർമാൻ G രാധാകൃഷ്ണൻ, കൺവീനർ NB രാജേന്ദ്രനാചാരി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പള്ളിപ്പുറം സുനിൽകുമാർ എന്നിവരും നേതൃത്വം നൽകുന്നു. ടൈം ന്യൂസ്, ചേർത്തല.
തണ്ണീർമുക്കം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വേമ്പനാട് കായലിൽ നിന്ന് 4 ടണ്ണിലേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു. മത്സ്യത്തൊഴിലാളികളുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് 4 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കായലിൽ നിന്ന് കരകയറ്റിയത്. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വേമ്പനാട് കായലിൽ നിന്നും 4 ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ മാലിന്യങ്ങൾ ശേഖരിച്ചു. കണ്ണങ്കര ഭാഗത്ത് മത്സ്യത്തൊഴിലാളികളുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് മാലിന്യങ്ങൾ ശേഖരിച്ചത്. കായലിലേക്ക് വളർന്നു വന്നൊലിച്ച വള്ളിപ്പടപ്പുകൾക്കിടയിൽ കിടന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ശേഖരിച്ചത്. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ വേമ്പനാട് കായൽ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടും തന്നെ നമ്മൾ ആദ്യത്തെ തവണ വേമ്പനാട് കായൽ ക്ലീൻ ചെയ്തപ്പോൾ നമുക്ക് 10 കണക്കിന് പ്ലാസ്റ്റിക്കുകളെല്ലാം തന്നെ നമുക്ക് ശേഖരിക്കുവാനായിട്ട് സാധിച്ചു. എല്ലാവരുടെയും തന്നെ നല്ല രീതിയിലുള്ള സഹകരണത്തോടു കൂടെ തന്നെയാണ് നമ്മൾ 10 കണക്കിന് പ്ലാസ്റ്റിക്കുകളെല്ലാം തന്നെ ശേഖരിച്ചത്. ഇത് നമ്മൾ ഇപ്പം 2ാം ഘട്ടം നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ തണ്ണീർമുക്കം പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൂടെ സംയുക്തമായിട്ട് പ്രോജക്റ്റ് വെച്ചുകൊണ്ട് ആ പ്രോജക്റ്റിൽ നിന്നാണ് പ്രോജക്റ്റ് പ്രകാരമാണ് നമ്മൾ ഇത്തവണ വേമ്പനാട് കായൽ വീണ്ടും ക്ലീൻ ചെയ്യിച്ചത്. മാലിന്യങ്ങൾ ഗ്രാമപഞ്ചായത്തിന് പ്രദേശവാസികൾ കൈമാറി. പിന്നീട് ഇത് ഹരിതകർമ്മസേന ഏറ്റെടുത്തു. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഫണ്ട് വിനിയോഗിച്ചാണ് വേമ്പനാട് കായലിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളിൽ നിന്നും പ്ലാസ്റ്റിക് ഏറ്റുവാങ്ങി. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ VS സുരേഷ് കുമാർ, മിനി ലെനിൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാജു ടി തോമസ് എന്നിവർ പങ്കെടുത്തു. ചേർത്തല കടക്കരപ്പള്ളി പടിഞ്ഞാറെ കൊട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ADGP S. ശ്രീജിത്ത് IPS ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. പടിഞ്ഞാറെ കൊട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കൊട്ടാരം ഭജന സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഭാഗവത സപ്താഹ യജ്ഞവും ശ്രീമൻ നാരായണീയ മഹാസംഗമവും നടക്കും. ഏപ്രിൽ 23 മുതൽ മെയ് 2 വരെയാണ് സപ്താഹയജ്ഞം നടക്കുക. വ്യാഴാഴ്ച ചേർത്തല താലൂക്കിലെ വിവിധ നാരായണീയ സമിതികൾ ചേർന്ന് ശ്രീമൻ നാരായണീയ മഹാസംഗമം സംഘടിപ്പിച്ചു. ഭദ്രദീപ പ്രകാശനവും ആധ്യാത്മിക പ്രഭാഷണവും ADGP S. ശ്രീജിത്ത് നിർവഹിച്ചു. ഏപ്രിൽ 25 ആധ്യാത്മ രാമായണ പാരായണം, വൈകിട്ട് 5 വിഗ്രഹ ഘോഷയാത്ര, 7:15 ഭദ്രദീപ പ്രകാശനം ശബരിമല മുൻ മേൽശാന്തി N. പരമേശ്വരൻ നമ്പൂതിരി നിർവഹിക്കും. N. ബാലകൃഷ്ണകർത്ത, P. പരമേശ്വരൻ നായർ, അനില വിജയൻ തുടങ്ങിയവർ പങ്കെടുക്കും. മെയ് 2 രാവിലെ 9 സുധാമപ്രാപ്തിയോടെ ഭാഗവത സപ്താഹയജ്ഞം അവസാനിക്കും. ചേർത്തല സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ സമ്പൂർണ്ണ OP പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പും ചേർത്തല നഗരസഭ സർക്കാർ ഹോമിയോ ആശുപത്രിയും ചേർത്തലയിൽ OP സേവനം ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ നിർവഹിച്ചു. വികസന സമിതി ചെയർപേഴ്സൺ ശോഭ ജോഷി, വാർഡ് കൗൺസിലർമാരായ പ്രമീള, അജി, ജോസഫ് ബാബു മുളഞ്ചിറ, പുഷ്പകുമാർ, HMC മെമ്പർ തോമസ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജുമീലത്ത് PS, RMO ഡോക്ടർ അശ്വതി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റിഫ്ന, CS മെഡിക്കൽ ഓഫീസർ ഉഷാദേവി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ, ഡോക്ടർ ചൈതന്യ, സീനിയർ ക്ലർക്ക് സുരേഷ്, നഴ്സ് നിമ്മി, നഴ്സിംഗ് അസിസ്റ്റന്റ് ശ്രീമോൾ ദിനേശ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഷോബി, ആശുപത്രി സ്റ്റാഫ് ആനന്ദൻ, ഷീന, പ്രമീള, ഗോപിക, രാജി, അനു, സ്നേഹ, പൊന്നമ്പിളി, ഗോപിക, അക്ബർ, ബാദുഷ എന്നിവർ സന്നിഹിതരായിരുന്നു. പുതുതായി ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് ചേർത്തല കുറ്റിക്കാട്ട് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ നിർവഹിച്ചു. നിർധനരായ രോഗികൾക്ക് വളരെ ചെറിയ ചിലവിൽ ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചേർത്തല ഹോമിയോ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ഈ സേവനം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല ഗീത സ്കൂൾ ഓഫ് ആർട്സിൻ്റെ നേതൃത്വത്തിൽ കയ്യക്ഷര പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മുൻ MP അഡ്വക്കേറ്റ് മാരിഫ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ആർട്ടിസ്റ്റ് ആൻഡ് ഗോപാലകൃഷ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി അവധിക്കാല ചിത്രകല വിവിധ ക്ലാസുകൾ നടത്തിവരുന്നതിൻ്റെ ഭാഗമായി കയ്യക്ഷര പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് കയ്യക്ഷര പരിശീലന ക്ലാസ് നയിച്ചു. അക്ഷരങ്ങളെ കൊണ്ട് ആണ് നമ്മുടെ രാജ്യത്തെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയുണ്ടാക്കിയത്. അപ്പം അത് നമ്മുടെ കൈയക്ഷരം ഒരാളുടെ മനസ്സിൻ്റെ കണ്ണാടി കൂടിയാണ്. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സൗന്ദര്യബോധത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഇങ്ങനെ അക്ഷരങ്ങൾ എഴുതുന്നത്. ചേർത്തല ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിക്ക് സമീപം ഗീത സ്കൂൾ ഓഫ് ആർട്സിൽ നടന്ന കയ്യക്ഷര പരിശീലന ക്ലാസ്സിന് അധ്യാപകൻ PG ഗോപകുമാർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല.
സൂര്യദേവനെ പ്രീതിപ്പെടുത്താനുള്ള ആദിത്യ പൂജകൾ ഭക്തിസാന്ദ്രം. 10-ാം ഉദയത്തോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ ആദിത്യ പൂജകൾ നടന്നു. ആദിത്യ പൂജയ്ക്ക് പേരുകേട്ട നാടാണ് കരപ്പുറം. 10-ാം ഉദയത്തോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ആദിത്യ പൂജകളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. മുഹമ്മ ആര്യക്കര ദേവീക്ഷേത്രത്തിൽ നടന്ന ആദിത്യ പൂജയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ബിജുശാന്തി കല്ലറയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തളിച്ചുകൂടയ്ക്ക് ശേഷമാണ് ആദിത്യ പൂജ നടന്നത്. അരിപ്പൊടി, പഞ്ചാമൃതം എന്നിങ്ങനെയുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ പ്രധാന നേദ്യത്തിന് പുറമേ പൂത്താലം, പഴത്താലം എന്നിവയും ആദിത്യ ഭഗവാന് സമർപ്പിച്ച വിശ്വാസികൾ സായുജ്യരായി. ദേവസ്വം പ്രസിഡന്റ് അശോക് കുമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വിദേശ വിനോദസഞ്ചാരികൾക്കും ആദിത്യ പൂജ വേറിട്ട കാഴ്ചയായി. ടൈം ന്യൂസ്, മുഹമ്മ. മണഞ്ചേരി കാവുങ്കൽ പൂഞ്ഞിലിക്കാവിൽ ദേവീക്ഷേത്രത്തിൽ നടന്ന ആദിത്യ പൂജയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രാങ്കണത്തിലാണ് ആദിത്യ പൂജ ഒരുക്കിയത്. മണ്ണഞ്ചേരി കാവുങ്കൽ ക്ഷേത്രത്തിൽ 10-ാം ഉദയത്തോടനുബന്ധിച്ച് നടന്ന ആദിത്യ പൂജയിൽ നൂറുകണക്കിന് താലങ്ങളാണ് സജ്ജമാക്കിയത്. ദേവസ്വം പ്രസിഡന്റ് BC വിശ്വമോഹൻ, സെക്രട്ടറി CP ശിവപ്രസാദ്, മാനേജർമാരായ KP ഉണ്ണികൃഷ്ണൻ, KS രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, മുഹമ്മ. പ്രധാന വാർത്തകൾ വീണ്ടും. കോട്ടയത്തെ ഇരട്ട കൊലപാതകം. മോഷണക്കേസിൽ ജയിലിലായതോടെ കാമുകി ഉപേക്ഷിച്ചു പോയതിൻ്റെ പകയാണ് ഇരട്ട കൊലപാതകത്തിന് കാരണമെന്ന പ്രതി അസം സ്വദേശി അമിത് ഉറാങ് പോലീസിന് മൊഴി നൽകി. കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്ന പോലീസ്. മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്ന് ആര് പറഞ്ഞുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. VD സതീശൻ വീട്ടിൽ പോയി കഞ്ഞിവെച്ച് കുടിച്ചാൽ മതിയെന്നും രാജീവ് ചന്ദ്രശേഖർ. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് പാസി എന്നിവർ ഉൾപ്പെടെ 5 പേരെ ചോദ്യം ചെയ്യും. ഏപ്രിൽ 28-ന് ഹാജരാകാനാണ് എക്സൈസിന്റെ നോട്ടീസ്. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ കർഷകരുടെ വേറിട്ട സമരമുറ. നെൽ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നെല്ല് പുഴുങ്ങിക്കൊണ്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. പൊന്തുവള്ളങ്ങൾ നിരോധിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. മാരാരിക്കുളം തീരത്ത് പൊന്തുവള്ളങ്ങൾ നിരത്തി പ്രതിരോധ സമരം സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.